ലോകത്തിലെ ഏറ്റവും വലിയ ദാനം എന്താണെന്ന് അറിയാമോ? ലോകത്തിലെ ഏറ്റവും വലിയ ദാനങ്ങളിൽ പെട്ട ഒന്നാണ് അന്നദാനം. അന്നദാനത്തെക്കാൾ വലിയ ദാനമൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും അന്നദാനം വലിയൊരു ദാനം തന്നെയാണ്. വിശക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കൊടുത്ത് അയാളുടെ വിശപ്പ് അടക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ പുണ്യം ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. വിശക്കുന്ന ഒരു വ്യക്തിക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ മാത്രമേ എന്താകുന്നുള്ളൂ, വിശക്കുന്ന ഒരു വ്യക്തിക്ക് ഭക്ഷണം നൽകുമ്പോഴാണ് അന്നദാനത്തിൻ്റെ മഹത്വം വർദ്ധിക്കുന്നത് കേട്ടോ. ഇപ്പം നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ്, വിശക്കുന്നു വല്ലതും തരണേ എന്ന് പറഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിന് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും നൽകാൻ കഴിഞ്ഞാൽ, ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും നൽകി അദ്ദേഹത്തിന് വിശപ്പടക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ പുണ്യം ഒന്ന് വേറെ തന്നെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ മഹത്വം ഒന്ന് വേറെ തന്നെയാണെന്നാണ് കേട്ടോ. അതുപോലെ നമ്മൾ മനസ്സിലാക്കണം, വിശപ്പില്ലാത്ത ഒരാൾക്ക് ഭക്ഷണം നിർബന്ധിച്ച് നൽകിയാലോ, വിശപ്പില്ലാത്തൊരു വ്യക്തിക്ക് ഭക്ഷണം നിർബന്ധിച്ച് നൽകിയാൽ എന്ത് ചെയ്യും, അത് അദ്ദേഹത്തിന് പ്രയാസമാവുകയുള്ളൂ കേട്ടോ. വിശപ്പ് വയറ് നിറഞ്ഞിരിക്കുന്ന ഒരാൾ, അതിന് ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുന്ന ഒരാളോട് നമ്മൾ നിർബന്ധിച്ച് വീണ്ടും അദ്ദേഹത്തെ കൊണ്ട് ഭക്ഷണം കഴിപ്പിച്ചാൽ എന്ത് ചെയ്യും, അത് ബുദ്ധിമുട്ടുണ്ടാക്കുകയുള്ളൂ. വിശക്കുന്നൊരു വ്യക്തിക്ക് ഭക്ഷണം നൽകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അന്നദാനത്തിൻ്റെ മഹത്വം വർദ്ധിക്കുന്നത്. അതുപോലെ വിശപ്പില്ലാത്ത ഒരു വ്യക്തിക്ക് ഭക്ഷണം നൽകുന്നത് എന്തിനു തുല്യമാണെന്നാണ്? ആ വിശപ്പില്ലാത്തൊരു വ്യക്തിക്ക് ഭക്ഷണം നൽകുന്നത് കടലിൽ പെയ്യുന്ന മഴ പോലെയാണെന്നാണ്. കടലിൽ പെയ്യുന്ന മഴ കേട്ടോ. കടലിൽ മഴ പെയ്താൽ കടൽ ഒരുപാട് വലുതാകുമോ? ഇല്ല. കാരണം ഈ മഴ പെയ്യുന്നതിനുള്ള കാരണക്കാരൻ ആരാണ്? അല്ലെങ്കിൽ കാരണം എന്താണ്? കടലാണ്, അല്ലെങ്കിൽ സമുദ്രമാണ്. സമുദ്രത്തിലെ ജലമാണ് എന്തായിട്ട് മാറുന്നത്? ആ മഴയായിട്ട് പെയ്തിറങ്ങുന്നത്. ഞാൻ പറഞ്ഞല്ലോ, വിശപ്പില്ലാത്തൊരു വ്യക്തിക്ക് ഭക്ഷണം നൽകുന്നത് എന്തിനു തുല്യമാണ്? അത് കടലിൽ പെയ്യുന്ന മഴ പോലെയാണ് കേട്ടോ. നമ്മൾ മനസ്സിലാക്കണം, വിശപ്പെന്നൊരു കാര്യം ഞാൻ പറഞ്ഞു. വിശപ്പ് ഉള്ളത് കൊണ്ടാണ് ഈ ലോകം ഇന്നിങ്ങനെ വെൽ ഡെവലപ്പായത്. ശരിയല്ലേ? 100% ശരിയാണ്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? വിശപ്പുള്ളത് കൊണ്ടാണ് എല്ലാവരും ജോലിക്ക് പോകുന്നത്. ശരിയല്ലേ? ഇല്ല, ആരെങ്കിലും വല്ല ജോലിക്ക് പോകും? ആർക്കും വിശപ്പുണ്ടാകുന്നില്ല. ആരെങ്കിലും വല്ല ജോലിക്ക് പോകും? ഇല്ല, ആരും ജോലിക്ക് പോകുന്നില്ല. ആളുകളൊക്കെ ജോലിക്ക് പോകുന്നത് കൊണ്ടൊക്കെയല്ലേ ഈ ലോകം ഇനി വെൽ ഡെവലപ്ഡ് ആയത്. ആണോ അല്ലയോ? വിശപ്പ് എന്താണ്? വളരെ വലിയൊരു കാര്യമാണ്. വിശക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും നൽകി ആദ്യത്തെ വിശപ്പടക്കുന്നത് നന്മയുടെ ഒരു വശമാണ്. അത് വളരെ വലിയൊരു നന്മയാണ്. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളോട് ഒരാളൊരു സഹായം ചോദിച്ചു എന്നിരിക്കട്ടെ, അപ്പം നമുക്ക് അത് ചെയ്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ നമുക്കത് ചെയ്തു കൊടുക്കാൻ കഴിയും. അതുപോലെ തന്നെ നമുക്കത് വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള സഹായങ്ങൾ മറ്റൊരാൾക്ക് ചെയ്യുന്നതിൽ എന്തില്ല, യാതൊരു തെറ്റുമില്ല കേട്ടോ. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഒരു വ്യക്തി നമ്മളോട് സഹായം ചോദിച്ചാൽ നന്മപരമായ സഹായമാണെങ്കിൽ മാത്രം ചെയ്യുക കേട്ടോ. ഒരിക്കലും തിന്മപരമായ കാര്യങ്ങളൊന്നും പ്രവർത്തിക്കാൻ പാടില്ല. നല്ല കാര്യങ്ങൾ, നന്മ എന്ത് ചെയ്യുക, ജീവിതത്തിൽ പ്രവർത്തിക്കുക കേട്ടോ. നമുക്ക് ജീവിതത്തിലുണ്ടാകുന്ന ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? വിജയപരാജയങ്ങൾ ഇങ്ങനെ ജീവിതത്തിൽ ഇടകലർന്ന് വന്നുകൊണ്ടിരിക്കും. അപ്പം ഈ ജീവിതത്തിലുണ്ടാകുന്ന പരാജയങ്ങളെ തരണം ചെയ്യാൻ നമ്മെ സഹായിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? നമ്മളിലെ നന്മകൾ മാത്രമാണ്. നമ്മളിലെ നന്മകൾക്ക് മാത്രമേ നമ്മെ എന്ത് ചെയ്യാൻ കഴിയൂ, ജീവിതത്തിൽ രക്ഷിക്കാൻ കഴിയൂ. ജീവിതത്തിൽ നമ്മെ ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ നമ്മളിലെ ചെറിയ നന്മകൾക്ക് പോലും കഴിയുമെന്നാണ് കേട്ടോ. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും നന്മ പ്രവർത്തിക്കുക. ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടായി എന്ന് കരുതി നന്മപരമായ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ പാടില്ല. ജീവിതത്തിൽ നമുക്ക് കഴിയുന്ന നന്മകൾ, അത് നിങ്ങൾ പറയുന്നുള്ളൂ, കഴിയുന്ന നന്മകൾ ചെയ്യുക കേട്ടോ. അല്ലാതെ നമുക്ക് നഷ്ടമുണ്ടാകുന്ന നന്മകൾ ചെയ്യാൻ ഒരിക്കലും ഞാൻ നിങ്ങളോട് പറയില്ല. നമുക്ക് നഷ്ടമുണ്ടാകാത്തതും നന്മകൾ മറ്റൊരാൾക്ക് ചെയ്തു എന്ന് കരുതി എന്തില്ല, യാതൊരു തെറ്റുമില്ല കേട്ടോ. നല്ല ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ നമുക്ക് കഴിഞ്ഞാൽ ഇത് എന്താണ്, ശോഭനമായി തീരുമെന്നാണ്.